അടുത്ത് നമ്മുടെ മുന്നിൽ എത്തുന്നത് ഒരു മോണാക്യുമായി ഒരു കൊച്ചുമിടിക്കുകയാണ്. ആദ്യം നമുക്ക് വേദിയിലോട്ട് ക്ഷണിക്കണം, എന്നതിന് ശേഷം ബാക്കി പറയാം. എന്താ പേര്? ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? ഞാൻ തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, കോഴിക്കോട്. ശരി, എന്തായാലും മോണോ ആക്റ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഭയങ്കര ശാന്തമായിട്ട് അവിടെ നിൽക്കുകയാണ്. വേദിയിലോട്ട് കയറിയതും അങ്ങ് എനർജറ്റിക് ആയി, നല്ല എനർജറ്റിക് ആയി. ശരി, എന്തായാലും നമുക്ക് ഒരുപാട് സമയം താമസിപ്പിക്കാനില്ല. അതുകൊണ്ട് തന്നെ നേരെ ആ പെർഫോമൻസ് കണ്ടതിന് ശേഷം തിരികെ എത്താം. ടീച്ചർ പറഞ്ഞില്ല, നല്ല ഭാഗ്യമുള്ള മോളാന്ന്. പിന്നെണ്ടല്ലേ മാള് മോളെ പീടിയത്തിലുള്ള വിശദമായിട്ട് ചോദിക്കാം, മോളെ വീട്ടിലേക്ക് കടത്തരുമോന്ന് കൊടുക്കാമേ. ഇവളെല്ലാം അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഉപ്പും മുളകല്ലേ കടമാവല്. മോക്ക് വേനായിട്ടൊന്നുമില്ല, അമ്മക്ക് ഇഷ്ടല്ല മുറിച്ചാളോ, മോക്ക് സങ്കടമൊന്നുമില്ല. അല്ലും നാളെ അമ്മ പറഞ്ഞിക്കില്ല, വേറെ കാരണം അച്ഛൻ അമ്മേനെ പിടിച്ച് പോയെന്ന്. മുറിച്ചോ മോളെ വരല് മുറിച്ചോ. ആറാം പരാൾ അരക്കിലും കത്തിക്കുന്ന പ്രമാണം അത് പറഞ്ഞ തള്ളയ്ക്ക് മോക്ക് മനസ്സിലാകണ്ടേ. ആറാം പരല് കണ്ടപ്പോളേ ഞാൻ പറഞ്ഞതാ, എന്തായി പോയില്ലേ മോന്റെ പാട്ടിന്. ശരി, എന്തായാലും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. വേദിയിലേക്ക് വന്ന സമയത്ത് വലിയ എനർജി ആയിരുന്നു. ഒപ്പം ഇപ്പോ ആ ഒരു പെർഫോമൻസിനിടയിൽ ആ എനർജി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് എല്ലാവരും ഇന്ന് നമുക്ക് പുത്തൻപുരയിൽ ഒരു പിടിക്കായ ഒരു പെൺകുട്ടി വന്നിരുന്നു. പക്ഷെ അവൾ സംസാരിക്കുമ്പോഴെല്ലാം വളരെ ശാന്തമായിട്ട് മൈക്കിൽ സംസാരിച്ചിട്ട് പോലും ശബ്ദം കേൾക്കുന്നില്ല. പക്ഷെ ആ പെർഫോമൻസ് തുടങ്ങിയ ആ നിമിഷം മുതൽ എനിക്ക് തോന്നുന്നു ആ ഏരിയയിലുള്ള എല്ലാവരും ആ പെർഫോമൻസ് കണ്ടു. അതെ, ഈ പെൺകുട്ടികളും ആൺകുട്ടികളും, ഞാൻ സമത്വം തന്നെയാണ് പറയുന്നത്, എല്ലാവരും പ്രായഭേദമന്യേ എല്ലാവരും വളരെ അധികം എനർജറ്റിക് ആയിട്ടാണ് ഇപ്പോൾ പെർഫോം ചെയ്യുന്നത്. പണ്ടത്തെ കാലത്തെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾ കുറെ അപ്ഡേറ്റഡ് കൂടിയാണ്, അല്ലേ? അതെ.